കോഫീനെ പറ്റിയിട്ടൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ട്. കേട്ടിട്ടുണ്ടോ? കോഫീൻ്റെ ഒറിജിൻ എത്യോപ്യയിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു ആടിനെ മേയ്ക്കുന്ന ആളുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നോക്കുമ്പോൾ അയാളുടെ ആടുകളൊക്കെ ചില ദിവസങ്ങളിൽ ഭയങ്കര എനർജറ്റിക് ആണ്. അപ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ആടുകളെ ശ്രദ്ധിച്ചപ്പോഴാണ് ഇയാൾ കാണുന്നത്, ആടുകളാണെങ്കിൽ ഒരു റെഡ് ഫ്രൂട്ട് കഴിക്കുന്നുണ്ട്. ആ ഫ്രൂട്ട് കഴിക്കുന്ന ദിവസങ്ങളിലാണ് ഇവർ ഇത്രയും എനർജറ്റിക്. ഇത് കണ്ട് ഇയാൾ വിചാരിച്ചു, എന്നാൽ പിന്നെ ഞാനൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അങ്ങനെ അയാൾ ആ ഫ്രൂട്ട് കഴിക്കും. അത് കഴിച്ച് കഴിയുമ്പോൾ ഇയാൾക്കും ഇതേപോലൊരു സെയിം ബസ്റ്റ് ഓഫ് എനർജി ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇയാളിത് മനസ്സിലാക്കിയിട്ട് ഇയാളുടെ അടുത്തുള്ള ഒരു മൊനാസ്ട്രിയിൽ പോയി ഇത് പറയും. പക്ഷേ മൊനാസ്ട്രിയിലുള്ള ആളുകൾ ഇത് വിശ്വസിക്കില്ല. അവരെന്ത് ചെയ്യും, ഇയാൾ കൊണ്ടുവന്ന് ഈ റെഡ് ഫ്രൂട്ട് എല്ലാം എടുത്തങ്ങ് എറിയും, ഒരു തീയിലേക്ക് എറിയും. അപ്പോൾ തീയിൽ കിടന്നത് ബേണായിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അവിടെ ഒരു ഡിഫറെൻറ്റ് സ്മെല്ല്, ഒരു ഡിഫറെൻറ്റ് അറോമ സ്പ്രെഡ് ആവും. ഇത് എന്താണെന്ന് അന്വേഷിച്ച് ഈ മൊനാസ്ട്രിയിലുള്ള ആൾക്കാർ ചെക്ക് ചെയ്യുമ്പോഴാണ് ഇത് ഈ ഫ്രൂട്ട് നിന്നാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഫ്രൂട്ട് അല്ലെങ്കിൽ ഈ ബീൻസിനെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മണം വരും എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അവരത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് കൺസ്യൂം ചെയ്തു. അപ്പോൾ അവർക്കും ആ ഒരു ഡിഫറെൻറ്റ് എനർജിയും അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റും ഒക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ആദ്യമായിട്ട് കോഫീൻ്റെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ കോഫി എന്ന് പറയുന്ന ഒരു ഡ്രിങ്ക് ഉണ്ടാവുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അത് കൊള്ളാം അല്ലേ? നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി.